ലോകത്ത് ഇന്ന് ലോകത്തെ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന 20 സുന്നി പണ്ഡിതന്മാരിൽ ഒരാളാണ് സാക്ഷാൽ ഡോക്ടർ ഹംസ യൂസഫ്. ഹംസ യൂസഫ് ഇത് സംബന്ധമായി പറയുന്ന വാക്കുകൾ. I had a woman who came to me and she said, "We're in Medina," and she just said, "I have a really hard time with Aisha's age." I told her, I said, "Listen, first of all, there's debate about her age, all right? It's undeniable that Allah chose her to be in that position, whether she was 12 or 16 or 18. There's different. He contracted the marriage with the daughter of the truthful one, also Sauda, and you'll get khilaf in the Sirah literature. Did he marry Sauda first and then Aisha? But Sauda, he married her. The contract was done with Aisha, but she did not move into his house. She was still. അങ്ങനെ വരുമ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹിയുമായി വിവാഹ ദാമ്പത്തിക ജീവിതം ആരംഭിക്കുമ്പോൾ ചുരുങ്ങിയത് 17 വയസ്സെങ്കിലും ഉണ്ടായിരിക്കും എന്ന് ഈ പ്രമാണങ്ങളെല്ലാം കൂട്ടിവെച്ചാൽ ഒരല്പബുദ്ധിക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാവും. ഇങ്ങനെ മനസ്സിലാക്കിയ ധാരാളം അഹ്ലു സുന്നയുടെ ഉലമാ ഉണ്ട്. ഹിജ്റ 73 100-ാം വയസ്സിലാണ് അസ്മാ ബീവി മരിക്കുന്നത് എങ്കിൽ ഹിജ്റ ചെയ്യുമ്പോൾ അവർക്ക് 27 വയസ്സുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ 27 വയസ്സാണ് അസ്മാ ബീവിക്ക്, ഹിജ്റ ചെയ്യുമ്പോൾ 27 വയസ്സാണ് എങ്കിൽ ഈ അക്ബറു അസന്നു മിൻ ആയിഷ ബിഅശ്രി സനവാത്ത്, ആയിഷ ബീവിക്ക് അവരെക്കാൾ 10 വയസ്സ് ഇളമ, അസ്മാ ബീവിക്ക് ആയിഷ ബീവിയേക്കാൾ കൂടുതൽ 10 വയസ്സ് കൂടുതൽ. അപ്പോൾ ഹിജ്റ ചെയ്യുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് വയസ്സ് 17. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറവിൻ്റെ ഭാഗമായി എല്ലാം അവിടുന്ന് നിറവാണ്. നബുവത്തിന് മുമ്പും നിറവാണ്, നബുവത്തിന് ശേഷവും നിറവാണ്. നിറവല്ലാതെ ഒന്നും പുണ്യ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലില്ല. അവർ സമ്പൂർണ്ണമായി അൽ ഇൻസാനുൽ കാമിൽ, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണ മനുഷ്യനാണ്. പൂർണ്ണൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണൻ. ഇനി ഒരു സൃഷ്ടിക്ക് അതിനപ്പുറത്ത് പൂർണ്ണനാകാൻ കഴിയില്ല. യതീമായപ്പോൾ പൂർണ്ണൻ, പിതാവ് നേരത്തെ മരിച്ചപ്പോൾ പൂർണ്ണൻ, ഉമ്മ 6-ാം വയസ്സിൽ മരിച്ചപ്പോൾ പൂർണ്ണൻ, 8-ാം വയസ്സിൽ പിതാമഹൻ മരിച്ചപ്പോൾ പൂർണ്ണൻ, പിന്നീട് ദരിദ്രനായ അബൂ ത്വാലിബിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ പൂർണ്ണൻ, പിന്നീട് തന്നെക്കാൾ 15 വയസ്സുള്ള ആട് മെച്ചപ്പോൾ പൂർണ്ണൻ, പിന്നീട് സിറിയയിലെ കച്ചവടത്തിന് പോയപ്പോൾ പൂർണ്ണൻ, പിന്നീട് തന്നെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്തപ്പോൾ പൂർണ്ണൻ, പിന്നീട് നുബുവത്ത് ലഭിച്ചപ്പോൾ ആ സമ്പൂർണ്ണതയാണ് ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആസകലം നമുക്ക് കാണാൻ കഴിയുക. ഒരാൾക്കും ഒരു മുട്ടുസൂചിയുടെ മുനയുള്ള അളവിൽ പോലും ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു മൈന്യൂട്ട് പോയിന്റിൽ ഒരു കമ്മി കണ്ടെത്താൻ കഴിയില്ല എന്ന് അതിമനോഹരമായി വളരെ ചെറുതാണെങ്കിലും ആ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എനിക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി, ഇനി അതിനപ്പുറം ഒരാൾക്ക് കഴിയില്ല എന്നല്ല, എനിക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി ഞാൻ ആ പുസ്തകത്തിൽ ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതേ സമയത്ത് കൂട്ടം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക ജീവിതം, സൗദ ബീവിയെ കല്യാണം കഴിച്ചത്, ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത്, സൊഫിയ ബീവിയെ കല്യാണം കഴിച്ചത്, ഉമ്മു ഹബീബ ബീവിയെ കല്യാണം കഴിച്ചത്, സൈനബ് ബിൻത് ജഹ്ഷിനെ കല്യാണം കഴിച്ചത്, റളിയല്ലാഹു അൻഹും കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. ഇങ്ങനെ ഓരോരുത്തര മഹദികളെയും കല്യാണം കഴിച്ചപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സാഹചര്യം, ചിലപ്പോൾ അവരുടെ വിവാഹപ്രായം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് കഴിയാവുന്ന വിധത്തിൽ ഞാൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് സംബന്ധമായിട്ടാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായത്തിൽ ചില പണ്ഡിത വീക്ഷണങ്ങൾക്ക് എതിരായി മറ്റു ചില പണ്ഡിത വീക്ഷണങ്ങളെയും തിരഞ്ഞെടുത്തുകൊണ്ടുള്ള, ഇതിപ്പോൾ തുടക്കത്തിൽ പറയാനുള്ള കാര്യം, ഇതെല്ലാം അഹ്ലുസുന്നയുടെ പണ്ഡിത വീക്ഷണങ്ങൾ തന്നെയാണ്, എൻ്റെ ഒരു അഭിപ്രായമല്ല. ഞാൻ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി വിശദമായി പഠനങ്ങൾ നടത്തും എന്നല്ലാതെ ഒരിക്കലും ഒരു ഹദീത്തോ ഒരു കാര്യമോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയില്ല. പിന്നെ ഒരു വീക്ഷണം കിട്ടുമ്പോൾ സ്വാഭാവികമായും ആ വീക്ഷണം വരുന്ന വ്യക്തി, അവർ ജീവിച്ച കാലഘട്ടം ഏതാണ്, അവരുടെ ഏജ്, അവരുടെ വീക്ഷണം, അവരുടെ മതപരമായ വീക്ഷണം, അവർ ഷിയയാണോ സുന്നിയാണോ എന്ന് ഇങ്ങനെ പരിശോധിച്ച് എല്ലാം കൃത്യമായി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഇതൊക്കെ അവർ മദ്ഹബുകൾ ഇതൊക്കെ നമ്മൾ 4-ൽ ഒരു മദ്ഹബിൽ ഒതുങ്ങുന്ന, 2-ൽ ഒരു അഖീദ വീക്ഷണത്തിൽ ഒതുങ്ങുന്ന പണ്ഡിതന്മാരെ മാത്രമാണ് ഞാൻ പണ്ഡിതന്മാർ എന്ന നിലയിൽ ഉദ്ധരിക്കാറുള്ളത്. ഇതൊക്കെ പണ്ഡിത വീക്ഷണങ്ങൾ മാത്രമാണ്. അങ്ങനെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായത്തിൽ വന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളെ ഞാൻ എനിക്ക് മനസ്സിലായ എൻ്റെ ഗവേഷണത്തിലും പഠനത്തിലും, അതെത്ര കാസിറായി ചെറുതായാൽ പോലും
എനിക്ക് മനസ്സിലായ നിലയിൽ ഞാനത് പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, സത്യങ്ങൾ അഹ്ലുസുന്നയുടെ പണ്ഡിത വീക്ഷണങ്ങൾ തന്നെ ആ തിരുദൂതർ നിറവ് എന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ 2 പുസ്തകങ്ങളും. ഒന്ന് തിരുദൂതർ നിയോഗം, ഒന്ന് തിരുദൂതർ നിറവ്. തിരുദൂതർ നിയോഗം പുറത്തു വരുന്നത് 2024 സെപ്റ്റംബറിലാണ്. തിരുദൂതർ നിറവ് പുറത്തു വരുന്നത് 2025, ഇക്കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള വർഷം 2025 മാർച്ചിലാണ് ഇത്. 2024 സെപ്റ്റംബറിലാണ് ഇത്. ഈ 2 പുസ്തകങ്ങളും സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ 2 പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുന്ന വേളയിൽ തന്നെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട ഇത്തരം വിവാദങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങൾ ഒരിക്കലും ശിർക്കിനെതിരായിരുന്നില്ല, അത് നീതിക്ക് വേണ്ടിയായിരുന്നു, തുകയാനെതിരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങളാണ് 1ാമത്തെ പുസ്തകത്തിലുള്ളത്. ആയിഷ ബീവിയുടെ വിവാഹപ്രായം പരക്കെ അറിയപ്പെടുന്നതിൽ നിന്നും പൊതുവായി പണ്ഡിതന്മാർ പറയുന്ന വീക്ഷണത്തിന് വിരുദ്ധമായ ഒരു വീക്ഷണം ഞാൻ പറഞ്ഞതുകൊണ്ടും ഈ 2 പുസ്തകങ്ങളിലും അത് പ്രസിദ്ധീകരിച്ച് വല്ലാതെ താമസിയാതെ തന്നെ വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ പെട്ടെന്ന് വിവാദം ഉണ്ടായില്ല. 2024 സെപ്റ്റംബറിൽ നിന്ന് ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം 1.25 വർഷങ്ങൾക്ക് ശേഷമാണ്. അതേപോലെ തന്നെ 2ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ച് ഏകദേശം ഒരു 10 മാസത്തോളം കഴിഞ്ഞാണ് ഈ വിഷയത്തിൽ വിവാദങ്ങൾ വരുന്നത്. വിവാദങ്ങൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. എന്തുകൊണ്ട്? സ്വാഭാവികമായും ഉള്ള പൊതുവായ ചില വീക്ഷണങ്ങൾക്കെതിരായി പറയുമ്പോൾ സ്വാഭാവികമായും അത് തർക്കം വരും, അതിൽ വിവാദം വരും എന്നത് വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. അതൊക്കെ നേരത്തെ തന്നെ പ്രതീക്ഷിക്കുന്ന കാര്യവുമാണ്, വസ്തുതയാണ്. എനിക്കെൻ്റെ ശ്രോതാക്കളോടും അനുവാചകരോടും പറയാനുള്ള വളരെ വിനയത്തിലുള്ള ഒരു കാര്യം, പണ്ഡിത വീക്ഷണങ്ങൾ വ്യത്യസ്തമായും വന്നുകൊണ്ടേയിരിക്കും. അതിൽ കാലകാലങ്ങളിൽ പഠനം നടന്നുകൊണ്ടേയിരിക്കണം. എന്നിട്ട് കാലോചിതമായ സത്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ചിന്താസരണികളെ അത് നമ്മുടെ ഫ്രെയിമിൽ, അടിസ്ഥാന സത്യത്തിൽ നിന്നുകൊണ്ട്, ഇസ്ലാമിക ശരീഅത്തിനെ മാറ്റിമറിക്കുന്ന ഒന്നും ഇതിലില്ല. ഇസ്ലാമിക ശരീഅത്തിനെ മാറ്റിമറിക്കുന്നതോ ഇസ്ലാമിക അഖീദയെ മാറ്റിമറിക്കുന്നതോ ആയ അഖീദയിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇസ്ലാമിക ഫിഖ്ഹിലോ ഉള്ള എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഈ പുസ്തകത്തിൽ ഒന്നുമില്ല. പിന്നെ പകരം സ്വദേശപരമായ ചില വീക്ഷണങ്ങൾ കൊണ്ട് സാമൂഹികമായ ചില നേട്ടങ്ങളും നന്മകളും ചില വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരലും മനുഷ്യന് ചിന്താപരമായ ഇസ്ലാമിക പണ്ഡിത വിദ്യാർത്ഥികൾക്ക് തന്നെ ചിന്താപരമായ വികാസം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ഇവിടെ. തികച്ചും സ്വദേശപരമാണ്. ഇതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇതിനെതിരെ വരുന്ന അഭിപ്രായ വ്യത്യാസത്തെ വളരെ ഭംഗിയായും അവധാനതയോടെയും സമാധാനത്തോടെയും ഞാൻ സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്തുകൊണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ പറഞ്ഞത് തന്നെ അംഗീകരിക്കപ്പെടണം എന്ന വാശിയൊന്നുമില്ല. അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചു പോയ പിശകാണ്. അങ്ങനെയില്ല. ഞാൻ പറഞ്ഞത് തന്നെ അംഗീകരിക്കപ്പെടണം എന്നൊരു വാശിയില്ല. എവിടെയെങ്കിലും എഴുത്തിലോ കുത്തിലോ വാക്കിലോ അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഭാഗത്തുള്ള അബദ്ധമാണെന്ന് 100% ഞാൻ ഇവിടെ അംഗീകരിക്കുകയും പരസ്യമായി സമൂഹത്തിൻ്റെ മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്യും. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ അടിസ്ഥാനങ്ങൾ, ആ വിവാഹപ്രായത്തിലുള്ള അടിസ്ഥാനങ്ങൾ, അതിൻ്റെ ആ കാര്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പറയപ്പെട്ട ഹദീത്ത് ഗ്രന്ഥങ്ങളെക്കാൾ അപ്പുറത്തും അതിന് പഴക്കമുണ്ട് എന്ന് ഒരു വേള നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. ഉദാഹരണം പറയാം. മഹാനായ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ലോകം കണ്ട പ്രാമാണികനായ വലിയ മുഹദ്ദിസാണ്, വലിയ മഹാനാണ്. യാതൊരു സംശയവും ഈ വിഷയത്തിലില്ല. ആ മഹാനേക്കാളും നേരത്തെ ജീവിച്ച ആളാണ് ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം AD 810 അതിനു മുമ്പ് ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത മഹാനാണ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു. നേരത്തെ ജനിച്ച് നേരത്തെ ജീവിതം തുടങ്ങിയ ആളാണ് മഹാനവറുകൾ. അല്പം സമകാലികനാണെങ്കിലും ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു അതിനേക്കാൾ നേരത്തെ ജനിച്ച് ജീവിതം തുടങ്ങിയ പഠനം തുടങ്ങിയ വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൻ്റെ ഗ്രന്ഥം തന്നെ
AD 799 വഫാത്തായ സിയാദ് ബിൻ അബ്ദുല്ലാഹിൽ ബുക്കാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്ര ഗ്രന്ഥത്തെ ആസ്പദമാക്കി വന്നതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാമിൻ്റെ താരീഖ്. അതായത് സിയാദ് ബിൻ അബ്ദുല്ലാഹിൽ ബുക്കാഇ 799 വഫാത്താവുന്നത്. സിയാദ് ബിൻ അബ്ദുല്ലാഹിൽ ബുക്കാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം അനുസരിച്ചും അതിനെ തുടർന്ന് ഗ്രന്ഥരചന നടത്തിയ മഹാനായ ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം അനുസരിച്ചും ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വിശ്വസിച്ച, ഒന്നാം കാലത്ത് തന്നെ വിശ്വസിച്ച മഹദികളിൽ ഒരാളാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു തന്നെ സിയാദ് ബിൻ അബ്ദുല്ലാഹിൽ ബുക്കാഇ റളിയല്ലാഹു അൻഹുമ അവർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഇസ്ഹാഖിൽ നിന്നാണ് റളിയല്ലാഹു അൻഹു. ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പ്രാമാണികനായ താരീഖിയുമാണ്, പണ്ഡിതനുമാണ് എന്ന കാര്യത്തിൽ ലോക ചരിത്രത്തിൽ തർക്കമില്ല. എന്തുകൊണ്ട്? അവർ വ്യക്തമായും അവരുടെ മഹത്വങ്ങൾ, ഒന്ന് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട പ്രധാനിയാണ്, 1, 2 മദീനക്കാരനാണ്, 3 മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന ജീവിതകാലത്ത് അവിടുത്തെ ഖാദിമായിരുന്ന മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വർഷങ്ങളോളമുള്ള ശിഷ്യൻ, നേരിട്ട് ശിഷ്യൻ, അതായത് അനസ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമായ ലോകം കണ്ട മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വർഷങ്ങളോളമുള്ള ശിഷ്യനാണ് മഹാനായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. മഹാനായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ജനിക്കുന്നത് ഹിജ്റ 80-ലാണ്. അതേസമയത്ത് അനസ് മദീനയിൽ ജനിക്കുന്നു. ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 80-ൽ മദീനയിൽ ജനിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 93-ൽ മദീനയിൽ മരിക്കുന്നു. അതായത് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ജനിച്ചിട്ട് 13 വർഷം കഴിഞ്ഞിട്ടാണ് ലോകം കണ്ട സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഇനി അസ്മാ ബീവിയും ഇവരും തമ്മിലുള്ള ദൈർഘ്യം അതും വളരെ അടുത്തിട്ടാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയാണ് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. ഈ മേൽ വിഷയത്തിൽ ഏറ്റവും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട ഒരു മഹദിയാണ് അസ്മാ ബീബി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയെ പോലെ തന്നെ റളിയല്ലാഹു അൻഹുമ. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഹിജ്റ 73-ലാണ്. അതിൻ്റെ 7-ാം കൊല്ലം മഹാനായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നുണ്ട്. അതായത് അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും നേരിട്ട് കണ്ട വലിയ വലിയ സിഖത്തുള്ള വലിയ മഹാരത്നങ്ങൾ, സ്വഹാബികളും താബിഈങ്ങളുമായ മഹാരത്നങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. ഇബ്നു ഇസ്ഹാഖ് അങ്ങനെയുള്ള പ്രാമാണികനായ മഹാപണ്ഡിതനായ മഹാൻ താബിഈങ്ങളിൽ ഏറെ പ്രധാനിയായ ഇബ്നു ഇസ്ഹാഖിൽ നിന്ന് ബഹുമാനപ്പെട്ട സിയാദ് ബിൻ അബ്ദുല്ലാഹിൽ ബുക്കാഇ റളിയല്ലാഹു അൻഹുവും മഹാനായ അതിനെ തുടർന്ന് മഹാനായ ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹുവും ഉദ്ധരിക്കുന്നു. ഖാല ഇബ്നു ഇസ്ഹാഖ فكان هؤلاء النفر الثمانية الذين سبقوا الناس بالإسلام فصلوا وصدقوا رسول الله صلى الله عليه وسلم بما جاءه من الله. അതായത് ഇവിടെ 8 ആളുകളെ പറയുകയാണ് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. ഈ പ്രാമാണികനായ മുഹദ്ദിസും താരീഖിയും എല്ലാമായ ഇബ്നു ഇസ്ഹാഖ് താബിഈങ്ങളിൽപ്പെട്ട പ്രധാനിയായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ 8 ആൾ, ഇനി ഞാൻ പറയാൻ പോകുന്ന 8 ആളുകൾ ഇസ്ലാമിൽ ആദ്യകാലത്ത് തന്നെ വന്നവരാണ്. അവരാരെല്ലാം? ഒന്ന് ഇബ്നു ഇസ്ലാമു അബി ഉബൈദ വ അബി സലമ വൽ അർഖം വ അബ്നാഉ മൽഊൻ വ ഉബൈദ ഇബ്നുൽ ഹാരിസ് വ സഈദ് ഇബ്നു സെയ്ദ് വ ഇംറഅതുഹു വ അസ്മാഉ വ ആയിഷതു വ ഖബ്ബാബ്. ഈ 8 ആളുകൾ, അതായത് ഇതിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അസ്മാബി അബൂ ഉബൈദ തങ്ങളെയും അർഖമിനെ എല്ലാം പറയുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 8 ആളുകൾ ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന് ഇസ്ലാമിൽ ആദ്യകാലത്ത് കെട്ടുവന്ന ആളുകളിൽപ്പെട്ട ആളുകളാണ് അസ്മാ ബീവിയും ആയിഷ ബീവിയും എന്ന് പറയുന്നത് ആരാണ്? ആയിഷ ബീവിയെയും അസ്മാ ബീവിയെയും നേരിട്ട് കണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയതും ആ കാലത്ത് ഹാദിറുള്ളവരുമായ ആളുകളിൽ നിന്ന് നേരിട്ട് കാര്യം മനസ്സിലാക്കിയ താബിഈങ്ങളിൽ പ്രധാനിയായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല 1-ാം നൂറ്റാണ്ടിലാണ് ഇബ്നു ഇസ്ഹാഖ് ജനിക്കുന്നത്, ഹിജ്റ 80. ഇബ്നു ഇസ്ഹാഖ്, അതായത് ഖൈറുൽ ഖുറൂനി ഖർനി,
ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണെന്ന് പറയുന്ന 1-ാം നൂറ്റാണ്ട്, ആ 1-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആളാണ് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ ഉടനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രധാനികളായ ആളുകൾ 8 ആളുകളിൽപ്പെട്ട ആളാണ് അസ്മാ ബീവിയും ആയിഷ ബീവിയും എന്ന് പറയാം. ഇവിടെ നമ്മൾ നിലവിൽ പറയുന്ന സാഹചര്യം അനുസരിച്ച് ഗവേഷണമാകുമ്പോൾ അതിനെ സംബന്ധിച്ച് പഠിക്കുകയാണ്. ആ ഗവേഷണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അതിൽപ്പെട്ട വിഷയമാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഇന്ന് പരക്കെ അറിയപ്പെടുന്ന വീക്ഷണം അനുസരിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് AD 614 പരക്കെ പറയപ്പെടുന്ന വീക്ഷണം ആയിഷ ബീവി 614 ജനിച്ചു എന്നാണ് പൊതുവായ വീക്ഷണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതോ AD 610, ജനിക്കുന്നതിന് 614. അപ്പൊ ഇവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 614, അതായത് നുബുവത്ത് ലഭിച്ചിട്ട് 5-ാം കൊല്ലമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നതെന്നാണ് പരക്കെ അറിയുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്നാൽ 1-ാം കാലത്ത് തന്നെ ഇസ്ലാം മതം വിശ്വസിച്ച ആളുകളെ കൂട്ടത്തിൽ ആയിഷ ബീവിയെ പ്രാമാണികനായ മുഹദ്ദിസായ ബഹുമാനപ്പെട്ട, അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉടനെ തന്നെ ഇസ്ലാം വിശ്വസിച്ച ആളുകളിൽ പ്രധാനിയായ ആളായിട്ട് തന്നെ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയെയും അസ്മാ ബീവിയെയും എണ്ണുകയാണ് ആര്? മഹാനായ താബിഈങ്ങളിൽ പ്രധാനിയായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും ആയിഷ റളിയല്ലാഹു, ഇനി മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഇത് സംബന്ധമായി മറ്റു ചില പ്രാമാണിക താരീഖികളുടെയും മുഹദ്ദിസുകളുടെയും വീക്ഷണം കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് വെക്കാം. ഇതോടുകൂടെ നാം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, വളരെ പ്രാമാണികനായ താരീഖിയും മഹാപണ്ഡിതനുമായ ബഹുമാനപ്പെട്ട മുഫസ്സിറും മുഹദ്ദിസും മുഫസ്സിറും താരീഖിയും എല്ലാമായ ലോകം കണ്ട മഹാനും അതേപോലെ തന്നെ മഹാനായ അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സമകാലിക പണ്ഡിതന്മാരിൽ ഒരാളുമായ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ജരീർ തുബരി റളിയല്ലാഹു അൻഹു അവരുടെ താരീഖിൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെ കാണാം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ഭാര്യയായ ഉമ്മു റുമാനെ കല്യാണം കഴിച്ചു. ഉമ്മ റുമാനെ കല്യാണം കഴിച്ചതിന് ശേഷം ഫവലദത് ലഹു അബ്ദുറഹ്മാൻ വ ആയിഷത ഫകുല്ലു ഹഉലാഇൽ അർബഅ മിൻ ഔലാദിഹി ഉലിദു മിൻ സൗജതൈഹി അല്ലതൈനി സമ്മൈനഹുമാ ഫിൽ ജാഹിലിയ്യ. ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തുബരി റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി തങ്ങളുടെ സമകാലികനായ താരീഖിയായ മുഫസ്സിറായ ലോകം കണ്ട മുഫസ്സിറായ ഇമാം തുബരി റളിയല്ലാഹു അൻഹു പറയുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ 4 മക്കളും പ്രത്യേകിച്ച് ഉമ്മു റുമാനിൽ നിന്നുണ്ടായ അബ്ദുറഹ്മാൻ ആയിഷ അടക്കമുള്ള മക്കളെല്ലാം ഉലിദു, അവർ പ്രസവിക്കപ്പെട്ടത് മിൻ സൗജതൈഹി അല്ലതൈനി സമ്മൈനഹുമാ, നാം ആ 2 ഭാര്യമാരെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെയുള്ള ഭാര്യയെയും പിന്നീട് ഉമ്മു റുമാനെയും പേര് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം പ്രസവിക്കപ്പെട്ടത് ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിലാണ്, അഥവാ ഇസ്ലാം വരുന്നതിന് മുമ്പാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅസത്തിനും മുമ്പാണ് എന്ന് പറയുന്നത് പ്രാമാണിക മുഫസ്സിറും മുഹദ്ദിസും താരീഖിയുമായ ഇബ്നു ജരീർ തുബരി റളിയല്ലാഹു അൻഹു വ്യക്തമായി അവരുടെ താരീഖിൽ ആർക്കും കാണാൻ കഴിയുന്നതാണ്. അതായത് ഹിജ്റ AD 610 മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്ത് നുബുവത്ത് വരുന്നത്. അതിനു മുമ്പാണ് ആയിഷ ബീവി പ്രസവിക്കപ്പെട്ടത് എന്ന് പറയാണ്. അതേതെങ്കിലും ഡാറ്റ പറയല്ല, അഭിപ്രായം പറയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ജരീർ തുബരി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയിഷ ബീവിയും ഇവരെല്ലാവരും പ്രസവിക്കപ്പെട്ടത് നേരത്തെ ഉള്ള ഭാര്യയിൽ നിന്നാണ്. അസ്മാ ബീവി പ്രസവിക്കപ്പെട്ടത്, പിന്നീട് അബ്ദുറഹ്മാൻ ആയിഷ അവർ പ്രസവിക്കപ്പെടുന്നത് ഉമ്മു റുമാനിൽ നിന്നാണ്. ഏതായാലും ഇവരെല്ലാം പ്രസവിക്കപ്പെട്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് വരുന്ന 614 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ആയിഷ ബീവി 1-ാം വയസ്സിലായിരിക്കും. അപ്പോൾ ഇന്ന് കാണുന്ന 614 ആയിഷ ബീവി ജനിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് അന്ന് ചുരുങ്ങിയത് 5-ാം വയസ്സായിരിക്കും. അപ്പോൾ ഇതിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ കുഞ്ഞു നാളിൽ തന്നെ
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ 610 തന്നെ വിശ്വസിച്ച ആളാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതിനെ തുടർന്ന് വിശ്വസിച്ച മഹാന്മാർ ആ കൂട്ടത്തിൽ എണ്ണുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ആയിഷ ബീവിയെ എണ്ണാം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഇസ്ഹാഖിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇതും ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തുബരി തങ്ങൾ തമ്മിൽ ഉദ്ധരിക്കുന്നതും ചേർത്ത് വെക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുറച്ച് നേരത്തെ ജനിച്ചിട്ടുണ്ട് എന്ന് ഒരു ഗവേഷകന വിദ്യാർത്ഥിക്ക്, ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കുക എളുപ്പമുള്ള കാര്യമാണ്. ഇതിലേക്ക് ചേർത്ത് വെക്കേണ്ട മറ്റൊരു ഗവേഷണ കണ്ടന്റ് എന്തെന്നാൽ, നമ്മളിപ്പോൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ, ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുടെ ഉമ്മാടെ കുട്ടിയല്ല, വേറൊരു ഉമ്മാടെ കുട്ടിയാണ്. അതിന് ശേഷമാണ് പിന്നെ ആയിഷ ബീവിയുടെ ഉമ്മയായ ഉമ്മു റുമാനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയും ആയിഷ ബീവിയും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമാണ് ഉള്ളത് എന്ന കാര്യം ലോകത്തെ താരീഖികളെല്ലാം, ഏകദേശ താരീഖികളെല്ലാം വ്യക്തമായി പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ഉദാഹരണം പറയാം, പലരും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്, പല താരീഖികളും ഈ കാര്യം പറഞ്ഞിട്ട് അവരൊക്കെ പ്രാമാണികരായ ആളുകളുമാണ്. കാരണം വിഷയങ്ങളും വർഷങ്ങളിലും അഭിപ്രായം, അത് താരീഖിയല്ലേ, പല വിഷയങ്ങളും നമ്മൾ താരീഖികളെ എടുക്കാറുണ്ടല്ലോ. ഹദീസുകളിൽ വ്യക്തമായി കണ്ടതിന് പോലും നേരെ എതിരായിട്ട് താരീഖിൻ്റെ അഭിപ്രായം സ്വീകരിച്ച വിഷയങ്ങളുണ്ടല്ലോ. ഞാൻ പിന്നീട് പറയാം, അങ്ങനെയുണ്ടല്ലോ, പലപ്പോഴും അങ്ങനെയുണ്ട്. എന്തുകൊണ്ട്? ചില വിഷയങ്ങളിൽ പ്രാമാണികൻ താരീഖിയായിരിക്കും. ഇവരൊക്കെ ലോകത്ത് കള്ളം പറയാത്ത വളരെ സത്യസന്ധരായി അറിയപ്പെട്ട താരീഖികളാണ് എന്ന കാര്യത്തിൽ സുവിദിതമായ വസ്തുതയുമാണത്. അങ്ങനെ അവർ തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട താരീഖികളിൽപ്പെട്ട പ്രധാനികളായ ആളുകൾ, ഉദാഹരണം ഹാഫിദ് ഇബ്നു കസീറിനെ പോലെ, ബഹുമാനപ്പെട്ട ഇമാം ദഹബിയെ പോലെ, വേറെയും ധാരാളം ആളുകളെ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. അവരെല്ലാം പറയുന്നത് അസ്മാ ബീവി അസന്നു മിൻ ആയിഷ ബി10 സനവാത്ത്. അതായത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും സിയറു അഅലാമിൻ നുബലായിൽ ഇതേ അഭിപ്രായം വിവിധങ്ങളായ സ്ഥലത്ത് ഇമാം ദഹബി പറയുന്നുണ്ട്. ഹിയ അസന്നു കാനത്ത് അസന്ന മിൻ ആയിഷത ബി10 സന. 10 ചില്ലാനം വയസ്സാണ് കൂടുതലുള്ളത്. ആർക്ക്? ആയിഷ ബീവിയും അസ്മാ ബീവിയും. അസന്ന വയസ്സ് കൂടുതലാണ് അസ്മാ ബീവിക്ക്, നേരത്തെയുള്ള ഉമ്മയെന്ന് പ്രസവിക്കപ്പെട്ടതാണ്. അപ്പം ആയിഷ ബീവിക്ക് 10 ചില്ലാനം വയസ്സാണ് താഴെ, അസ്മാ ബീവിക്ക് 10 അല്ലെങ്കിൽ 10, ചില സ്ഥലങ്ങളിൽ 10 എന്നുണ്ട്, ചില സ്ഥലത്ത് 10 ചില്ലാനം എന്നും ഉണ്ട്. ഉദാഹരണം പറയാം, കാനത്ത് അസ്മാ അക്ബറ മിൻ ആയിഷ, കാനത്ത് അസ്മാഉ അക്ബറ മിൻ ആയിഷ ബി20. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുമായി 10 വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത്. ഇമാം ദഹബിയുടെ വീക്ഷണം ഇതാണ്. ഇമാം ദഹബി പറയുന്നത് പല സ്ഥലങ്ങളിലും സിയറിൽ ഇത് കാണാം. അതേപോലെ തന്നെ ഹാഫിദ് ഇബ്നു കസീർ തൻ്റെ അൽ ബിദായത്ത് വന്നിഹായിൽ പറയുന്നത് കാണാം, അസ്മാ ബീവി അക്ബർ മിൻ ഉഖ്തിഹ ആയിഷ ബി10 സിനീൻ. ഇത് ഹാഫിദ് ഇബ്നു കസീർ, അവർ ലോകം കണ്ട താരീഖികളിൽ ഒരാളാണല്ലോ ഇബ്നു കസീർ റഹ്മഹുല്ലാ. അദ്ദേഹം തൻ്റെ അൽ ബിദായത്ത് വന്നിഹായിൽ പറയുകയാണ്, ഹിയ അക്ബർ മിൻ ഉഖ്തിഹ ആയിഷ, ആയിഷ ബീവിയേക്കാൾ 10 വയസ്സിന് കൂടുതലുള്ള ആളാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസ്മാ ബീവിയെ പറ്റി പഠിക്കുമ്പോൾ അസ്മാ ബീവി ഹിജ്റ 73-ൽ 100-ാമത്തെ വയസ്സിൽ വഫാത്തായ ആളാണെന്ന് ഏകദേശ താരീഖികളെല്ലാം പറയുന്ന ഒരു സത്യവും യാഥാർത്ഥ്യവുമാണ്. ഹിയ അക്ബർ മിൻ ഉഖ്തിഹ ആയിഷ ബി10 സിനീൻ. ആയിഷ ബീവിയേക്കാൾ 10 വയസ്സിന് കൂടുതലാണ് അസ്മാ ബീവി എന്ന് പറയുന്ന അതേ തൊട്ട് താഴെ ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ തൻ്റെ അൽ ബിദായത്ത് വന്നിഹായിൽ പറയുന്നത്, ഓ ബലഗത്ത് മിനൽ ഉംരി 100 സന. അസ്മാ ബീവി 100-ാമത്തെ വയസ്സിലാണ് വഫാത്താവുന്നത്. ഏത് വർഷത്തിലാണ് വഫാത്താവുന്നത്? ഹിജ്റ 73-ൽ. ഓ ബലഗത്ത് മിനൽ ഉംരി 100 സന. അസ്മാ ബീവി വയസ്സിൽ 100 വയസ്സെത്തിച്ച മഹദിയാണ്. മരിക്കുമ്പോൾ അവർക്ക് 100 വയസ്സാണ്. എന്നാണ് അവർ വഫാത്താവുന്നത്? സുവിദിതമായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമാണ് ഹിജ്റ 73-ൽ. നേരത്തെ ഞാൻ പറഞ്ഞു, ഇബ്നു ഇസ്ഹാഖ് 80-ൽ ജനിക്കുന്നു, അസ്മാ ബീവി 73-ൽ മരിക്കുന്നു എന്ന പ്രബലമായ താരീഖ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. താരീഖിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ചർച്ചയും നടക്കാൻ കഴിയില്ല. താരീഖല്ലേ എന്നൊന്നും തള്ളരുത്. താരീഖ് ഗൗരവമായതുകൊണ്ടല്ലേ നമ്മൾ താരീഖ് ഒരു വിഷയമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്.
താരീഖ് എങ്ങനെ തള്ളാൻ പറ്റുന്ന കാര്യമാണോ? അപ്പം ഈ പ്രാമാണികരായ താരീഖികൾ പറയുന്ന അഭിപ്രായം, ഓ ബലഗത്ത് മിനൽ ഉംരി മിഅത്ത സന, 100 വയസ്സെത്തിച്ച് മരിച്ചു ആര്? അസ്മാ ബീവി എന്നാണ് മരിക്കുന്നത് ഹിജ്റ 73. എത്ര വയസ്സിൽ? 100-ാം വയസ്സിൽ. അപ്പോൾ ആയിഷ ബീവിക്ക്, അപ്പോൾ അസ്മാ ബീവിക്ക്, അങ്ങനെയാണെങ്കിൽ ഹിജ്റ 73 മരിക്കുന്നു അസ്മാ ബീവി എന്നാണെങ്കിൽ അവർക്ക് ഹിജ്റ ചെയ്യുമ്പോൾ ചുരുങ്ങിയത് 27 വയസ്സുണ്ടായിരിക്കും. അങ്ങനെ മനസ്സിലാക്കണം. 100-ാം വയസ്സിൽ ഹിജ്റ 73 താരീഖികളൊക്കെ പറഞ്ഞു, ഏകദേശം താരീഖികളെല്ലാം പറഞ്ഞു ഹിജ്റ 73 100-ാം വയസ്സിലാണ് അസ്മാ ബീവി മരിക്കുന്നത് എങ്കിൽ ഹിജ്റ ചെയ്യുമ്പോൾ അവർക്ക് 27 വയസ്സുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ 27 വയസ്സാണ് അസ്മാ ബീവിക്ക്, ഹിജ്റ ചെയ്യുമ്പോൾ 27 വയസ്സാണ് എങ്കിൽ ഈ അക്ബറു അസന്നു മിൻ ആയിഷ ബിഅശ്രി സനവാത്ത്, ആയിഷ ബീവിക്ക് അവരെക്കാൾ ഉള്ളത് 10 വയസ്സ് ഇളമ, അസ്മാ ബീവിക്ക് ആയിഷ ബീവിയേക്കാൾ കൂടുതൽ 10 വയസ്സ് കൂടുതൽ. അപ്പോൾ ഹിജ്റ ചെയ്യുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് വയസ്സ് 17. അങ്ങനെ കണക്കാക്കാം, അങ്ങനെ കണക്കാക്കേണ്ടി വരും. ഹിജ്റയ്ക്ക് ശേഷമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുമായി വൈവാഹിക ജീവിതം, ദാമ്പത്യ ജീവിതം ആരംഭിച്ചത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ 17-ാം വയസ്സിലായിരിക്കും ആയിഷ ബീവിയും ഹബീബായ നബിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്. പറഞ്ഞുറക്കലും നിക്കാഹും എന്ന് നടന്നാലും ദാമ്പത്യ ജീവിതം അതാണല്ലോ വിഷയം. അതെപ്പോഴും നടക്കാലോ, നിക്കാഹി എന്നും നടക്കാലോ. അതേ സമയത്ത് വൈവാഹിക ജീവിതം, പുരുഷൻ സ്ത്രീ എന്ന നിലയിൽ അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത് ഹിജ്റയ്ക്ക് ശേഷമാണ് എന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസം തന്നെ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹിയുമായി വിവാഹ ദാമ്പത്തിക ജീവിതം ആരംഭിക്കുമ്പോൾ ചുരുങ്ങിയത് 17 വയസ്സെങ്കിലും ഉണ്ടായിരിക്കും എന്ന് ഈ പ്രമാണങ്ങളെല്ലാം കൂട്ടിവെച്ചാൽ ഒരല്പബുദ്ധിക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാവും. ഇങ്ങനെ മനസ്സിലാക്കിയ ധാരാളം അഹ്ലുസുന്നയുടെ ഉലമാ ഉണ്ട്, ഷിയാക്കളല്ല, മഹാന്മാരായ അഹ്ലുസുന്ന ഉലമാക്കൾ. ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ധാരാളം ഗ്രന്ഥങ്ങൾ ലോകത്ത് ഇതിനകം രചിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഒരു ഗവേഷണം നടക്കുക എന്നാൽ എന്താണ്? ഗവേഷണം നടക്കൽ സ്വാഭാവികമായും ഒരു വിജ്ഞാനവും ഇരുമ്പൊലക്കല്ല, അതിലിനിയും പഠിക്കണം. ഇനി ഇതിൽ പഠിക്കുന്നത് കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഇതിൽ ഇസ്ലാമിക ശരീഅത്തിനെ മാറ്റി തിരുത്തേണ്ട വല്ല വിഷയമുണ്ടോ? ഇല്ല. ഇസ്ലാമിലെ അഖീദയിൽ മാറ്റി തിരുത്തേണ്ട വല്ല വിഷയമുണ്ടോ? ഒന്നുമില്ല. ഇതിൽ ഒരു വാതിൽ അടക്കൽ നടന്നിട്ടേ ഇല്ല. ഇത് ഇസ്ലാമിക ഫിഖ്ഹിനെയോ ഇസ്ലാമിക അഖീദയെയോ ഇസ്ലാമിക ഉസൂലിനെയോ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഇതിലുണ്ടോ? ഒന്നുമില്ല. ഇനി നബിയുടെ വൈവാഹിക ജീവിതം, ഈ വൈവാഹിക ജീവിതം നുബുവത്തിന് ഹിജ്റക്ക് മുമ്പെന്തായാലും എന്ത്, പിമ്പെന്തായാലും എന്ത്, ഏതഭിപ്രായ പ്രകാരം. ഇനി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് വിവാഹിതയാകുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് 9 വയസ്സാണ്, അംഗീകരിക്കുന്നു. അങ്ങനെ അഭിപ്രായമുണ്ട്. വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവിടെയും ഇസ്ലാമിന് വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എന്തുകൊണ്ട്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടി, പെണ്ണ്, ഇതിൽ വ്യത്യാസമുണ്ട്. എന്താണ് ഈ പെൺകുട്ടി, എന്താണ് പെണ്ണ്? ഋതുമതിയാകുന്നതോടുകൂടി പെണ്ണായി, അതിന് മുമ്പ് പെൺകുട്ടിയാണ്. അതായത് ഹൈള് വന്നു കഴിഞ്ഞാൽ ഒരു പുരുഷനെ പ്രാപിക്കാൻ സാധ്യത ഒരു പെണ്ണിന് വരിക എന്നതാണ്. ഒരു പെണ്ണിന് ഹൈളുണ്ടാവുക, ഋതുമതിയാവുക, ഋതുരക്തം ആ പെണ്ണിൽ നിന്ന് പ്രത്യക്ഷപ്പെടുക എന്നതിന്, ആ ഋതുരക്തം പ്രത്യക്ഷപ്പെടാനുള്ള എന്നത് ഒരു പുരുഷന് പാകപ്പെട്ടു എന്നതിന് അടിസ്ഥാനമാണ്. അതായാലും പുരുഷന് പാകപ്പെട്ടു, അതുവരെ പെൺകുട്ടിയായിരുന്നു, പിന്നെ പെണ്ണായി. അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 9 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ഒരു പ്രശ്നമല്ല, മുഹയ്യളാണ്. ഹൈള് ഉണ്ടായതിനു ശേഷമാണ് ഹബീബ നബിയുമായി ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്. അത് 12 ആണെങ്കിലും 15 9 ആയാലും 12 ആയാലും 15 ആയാലും 20 ആയാലും എത്രയായാലും ഹൈള് രക്തം പ്രത്യക്ഷപ്പെട്ട് ഒരു പുരുഷന് പാകപ്പെട്ടതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുമായി ദാമ്പത്യ ജീവിതം ആരംഭിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ലോകത്തെവിടെയും ഇല്ല, എവിടെയും ആ തർക്കമില്ല. അപ്പോൾ ഇത് പ്രമാണങ്ങളുമായി വല്ല പ്രശ്നവും ഇതിനുണ്ടോ? ഇല്ല. 9 പ്രമാണങ്ങളുമായി ഒരു പ്രശ്നമില്ല. ഇനി 12 പ്രശ്നമോ? ഇല്ല. 15 പ്രശ്നമുണ്ടോ? ഇല്ല. ഡാറ്റാസ് പലതില്ലേ? തീർച്ചയായും ഉണ്ട്.
ഒരു വിഷയത്തിൽ ഗവേഷണം നടക്കുന്ന എന്തിനാണ്? ആ വിഷയത്തിലൂടെ വീണ്ടും പല ഉപകാരങ്ങളും സമൂഹത്തിന് വീണ്ടും നേടിയെടുക്കാൻ ഉണ്ടാവും. അതിൻ്റെ വാതിലിന് തുറക്കരുത്. ഐഷാ ബീവിയുടെ വിവാഹത്തിൻ്റെ സമയത്തിൻ്റെ വാതിൽ തുറക്കരുത് എന്ന ഒരു ഇജ്മാഅ് മുസ്ലിം ലോകത്ത് ഇല്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്, വിവിധങ്ങളായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇത് സംബന്ധമായി സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഹദ്ദസനാ മുഅല്ല ഇബ്നു അസദിൻ حدثنا وهيب عن هشام بن عروة عن أبيه عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم تزوجها وهي بنت 6 سنين وبنى بها وهي بنت 9 سنين. قال هشام وأنبئت أنها كانت عنده صلى الله عليه وسلم 9 سنين. എന്താണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത്? ഹദ്ദസന മുഅല്ല ഇബ്നു അസദ്, വളരെ ചെയിൻ ഓഫ് ദി ഹദീസിന്റെ സനദ് വിശദീകരിച്ചതിന് ശേഷം അൻ ആയിഷത അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജഹ, ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു. വഹിയ ബിൻത് 6 സിനീൻ, അവർക്ക് അന്ന് 6 വയസ്സാണ്. അഥവാ നിക്കാഹ്, വിവാഹിതയായി ആയിഷ ബീവിയുമായി വിവാഹിതയാവുന്നത് അവർക്ക് അന്ന് 6 വയസ്സാണ്. എന്നാൽ അവരുടെ വൈവാഹിക, ഒരൊറ്റ മുറിയിൽ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് കൂടി അവർ വൈവാഹിക ദാമ്പത്യ ബന്ധം ആരംഭിക്കുമ്പോൾ, ജീവിതം ആരംഭിക്കുമ്പോൾ, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുമായി ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ അവർക്ക് 9 വയസ്സായിരുന്നു എന്ന്. 9 വയസ്സിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലുണ്ട് എന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആരാ പറയുന്നത്? ഹിഷാം റളിയല്ലാഹു അൻഹു. ഇത് ഉദ്ധരിക്കുകയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. 100% സത്യസന്ധമായ, 100% സ്വഹീഹായ ഹദീസാണ്. ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് പോലും സ്വഹീഹല്ലാത്ത ഹദീസ് ഇല്ല. ഒരു ദഈഫായ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ ഇല്ല. ഈ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് ഹദീസ് റിപ്പോർട്ടിൽ പിഴച്ചിട്ടുണ്ട് എന്ന വാദം എനിക്കില്ല. അങ്ങനത്തെ ഒരു വാദമില്ല. ഒരു ദഈഫായ ഹദീസ് ആണിത്, ഇല്ല. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഈ വിഷയത്തിൽ, ഈ ഹദീസ് സ്വഹീഹാണ് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതേ സമയത്ത് ഹദീസിനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ ആ ഹദീസിനെ മനസ്സിലാക്കേണ്ടത് ആ ഹദീസുകളെല്ലാം, അത് ഏത് തരം ഹദീസ് ആയാലും, ഹദീസ് എന്നാൽ കേവലം ആ ഹദീസ് എന്നത് അല്ല യഥാർത്ഥത്തിൽ അറിവ് എന്ന് മനസ്സിലാക്കണം. അതായത് ഇൻഫർമേഷൻസും ഡാറ്റാസും കൃത്യമായി വ്യത്യാസമുണ്ട്. ഇൻഫർമേഷൻസ് വേറെ, ഡാറ്റാസ് വേറെ. ഹദീസുകൾ എന്നാൽ അത് ഡാറ്റാസാണ്. ചിലപ്പോൾ അത് തന്നെ ഇൻഫർമേഷൻ ആവാം, ചിലപ്പോൾ അത് ഇൻഫർമേഷൻ ആവാതെയും ഇരിക്കാം. രണ്ടിനും വ്യത്യാസങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. ഡാറ്റാസ് തന്നെയാണ് ഇൻഫർമേഷൻസ് എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ വഹാബി രീതിയാണ്, സുന്നി രീതിയല്ല. ഡാറ്റാസുകൾ കൃത്യമായും ശരിയായിരിക്കും. അതേസമയത്ത് ആ ഡാറ്റാസിനെ അനുവർത്തിച്ചിട്ടുള്ള ഇൻഫർമേഷൻസോ അതിന് തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇതാണ് സുന്നി രീതി. എന്നാൽ ഡാറ്റാസിനെ നിഷേധിക്കുന്നുണ്ടോ? ഒരിക്കലും നിഷേധിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഞാൻ രണ്ടിനും വ്യാഖ്യാനങ്ങൾ പറയാം. സത്യസന്ധമായ ആർക്കും നിഷ്പക്ഷമായി വിലയിരുത്താൻ കഴിയാവുന്ന അഭിപ്രായങ്ങൾ പറയാം. ബഹുമാനപ്പെട്ട ഈ വിഷയത്തിൽ, ഈ ഹദീസിന്റെ വിഷയത്തിൽ ഇതാണ് ഖണ്ഡിതം. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന റിപ്പോർട്ടാണ്. ഇത് 100% സ്വഹീഹാണ്. സ്വഹീഹ് മുസ്ലിമിൽ വന്ന റിപ്പോർട്ടാണ്, 100% സ്വഹീഹുമാണ്. ഇതും സ്വഹീഹാണ് എന്ന കാര്യം മുത്തഫഖുൻ അലൈഹി ആണ്. ഇതിൽ യാതൊരു അഭിപ്രായം, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ടാണ്, ഇനി അപ്പുറത്തും ഇമാം മുസ്ലിമിലുമുണ്ട്. യാതൊരു തർക്കവും ഈ വിഷയത്തിൽ ഇല്ല. അതേ സമയത്ത് ഇതാണ് ഇൻഫർമേഷൻ എങ്കിൽ, ഇതാണ് ഇൽമ്, ഇതിൽ ഈ വിഷയത്തിലുള്ള അവസാനത്തെ ഖണ്ഡിതമായ വിവരം ഇതാണ് എങ്കിൽ പിന്നെ ഉലമാക്കൾക്കിടയിൽ എങ്ങനെയാണ് തർക്കം ഉണ്ടാവുക? ഉലമാക്കൾ രണ്ടഭിപ്രായം പറയാൻ പാടില്ലല്ലോ. ഉലമാക്കൾ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, പഴയ ഉലമാക്കളല്ല, പുതിയ ഉലമാക്കൾ, പല നൂറ്റാണ്ടുകളിലും ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതല്ല, ഈ ഡാറ്റ തന്നെയാണ് ഇൻഫർമേഷൻ എങ്കിൽ, ഡാറ്റയും ഇൻഫർമേഷൻ രണ്ടാണ് എന്ന വിജ്ഞാനം നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം.
ഇത് തന്നെയാണ് ഇൻഫർമേഷൻ, ഇത് തന്നെയാണ് വിജ്ഞാനം എന്നുണ്ടെങ്കിൽ ഇതിൽ പണ്ഡിതന്മാർ ഇത് ഖണ്ഡിതമാവുമല്ലോ. പണ്ഡിതന്മാർ പിന്നെ തർക്കിക്കാൻ പാടില്ലല്ലോ. ആര്? ഷിയാക്കളല്ല, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ. നിങ്ങൾ നോക്കൂ, ഞാൻ ഒറ്റ ഉദാഹരണം ആദ്യമായി നിങ്ങളോട് പറയാം. ഇന്ന് ലോകം പരക്കെ സുന്നി സൂഫി ലോകം, നവസൂഫി ലോകം പ്രത്യേകിച്ചും പ്രാമാണികനായ ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതൻ എന്ന് നവ സൂഫികളും ലിബറൽ സൂഫികളും പൊതുവായ സൂഫികളും ലോകത്തെ കോടിക്കണക്കായ മുസ്ലിം സമൂഹവും പ്രാമാണികനായ ആധുനിക പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന പണ്ഡിതനല്ല ഡോക്ടർ ഹംസ യൂസുഫ്. ഈ വ്യക്തിയും നമ്മളും തമ്മിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം പണ്ഡിതനാണെന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. അതേ സമയത്ത് അറബ് ലോകത്തെ ഇന്ന് ബാധിച്ചിട്ടുള്ള ഒരു ഇബ്നു തൈമിയൻ ടച്ച്, അത് യാതൊരു ബാരിയറുമില്ലാതെ നേരെ മലയാളക്കരയിലേക്ക് ഇറക്കുമതി ചെയ്യുകയോ അത് മലയാളക്കരയിൽ അവതരിപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ് എൻ്റെ വീക്ഷണം. അതായത് അറബ് ലോകത്ത് പൊതുവായി ഒരു തരം ഇബ്നു തൈമിയൻ ഭൂതം ബാധിച്ചിട്ടുണ്ട്. അത് ഈ പറയപ്പെട്ട വ്യക്തികളെ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. അവർ അമേരിക്കയിലെ പണ്ഡിതന്മാരായാലും ആഫ്രിക്കയിലെ പണ്ഡിതന്മാരായാലും അറബ് ലോകവുമായി ബന്ധപ്പെടുന്ന പല പണ്ഡിതന്മാരും ഇന്ന് ഒരുതരം ഇബ്നു തൈമിയൻ വീക്ഷണം അവരെ ബാധിച്ചതുപോലെയുണ്ട്. അതാകട്ടെ, ഇബ്നു തൈമിയയ്ക്ക് വാതിലടച്ചൊരു ജനതയാണ് നമ്മൾ. ഒരു ബാരിയറുമില്ലാതെ അവരെ അത് അങ്ങനെ തന്നെ ഇവിടെ ഇറക്കുമതി ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വീക്ഷണം ഇനി സുന്നി നാടുകളിലും അവിടുത്തെ പണ്ഡിതന്മാരിലും മുഴുവനും വരുമ്പോൾ ലോകത്തെ ഏറ്റവും ശുദ്ധമായി നിലനിൽക്കുന്ന ഒരു നാടാണ് മലബാർ. അത് നശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു ബാരിയറും ഇല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞത്. അല്ലാതെ ഡോക്ടർ ഹംസ യൂസുഫിന്റെ പാണ്ഡിത്യത്തിലോ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത്തിലോ എന്നല്ല ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ലോകത്തെ കോടാനക്കോടി ആളുകൾ അംഗീകരിക്കുന്ന 20 പണ്ഡിതന്മാരിൽ ഒരാളാണ്. ലോകത്ത് ഇന്ന് ലോകത്തെ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന 20 സുന്നി പണ്ഡിതന്മാരിൽ ഒരാളാണ് സാക്ഷാൽ ഡോക്ടർ ഹംസ യൂസുഫ്. ഹംസ യൂസുഫ് ഇത് സംബന്ധമായി പറയുന്ന വാക്കുകൊണ്ട് കേൾക്കും. I had a woman who came to me and she said, we're in Medina, and she just said, you know, I have a really hard time with Aisha's age. You know, I told her, I said, listen, first of all, there's debate about her age, all right? You know, it's undeniable that Allah chose her to be in that position, whether she was 12 or 16 or 18. There's different narrations, or whether she was 9. That wasn't a problem for. After her death, he contracted the marriage with the daughter of the Truthful One, also Sauda, and that you'll get khilaf in the Sirah literature. Did he marry Sauda first and then Aisha? But Sauda, he married her. The contract was done with Aisha, but she did not move into his house. She was still very young. There's khilaf about the age, but in al-Bukhari, that hadith from Aisha radhiyallahu anha says that she was 6. If you look in the history books and look at the year she died and how old she was, some of the ulama say that she actually was probably 12, some say 15. And those are reports. They're just. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പം നിങ്ങൾ വ്യക്തമായി പറഞ്ഞില്ല, ഡോക്ടർ ഹംസ യൂസുഫ് ലോകത്ത് കോടിക്കണക്കായ നവസൂഫികളും ലിബറൽ സൂഫികളും അല്ലാത്തവരും മുസ്ലിങ്ങളും എല്ലാം അംഗീകരിക്കുന്ന, ഇത് ഒരു ഹംസ യൂസുഫ് മാത്രമല്ല, ഞാൻ സാന്ദർഭികമായി ഒരാളെ ഉദ്ധരിച്ചെന്നേ ഉള്ളൂ. ഇത് ലോകത്ത് അനവധി അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഇവിടെ ഹംസ യൂസുഫ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. പല വീക്ഷണങ്ങളും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുണ്ട്. നിങ്ങൾ കേട്ടല്ലോ, 12 ആണെന്ന് അഭിപ്രായമുണ്ട്. വിവാഹം ചെയ്യുമ്പോൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിവാഹം ചെയ്യുമ്പോൾ വിവാഹിതയാകുമ്പോൾ 12 ആണെന്ന് അഭിപ്രായമുണ്ട്, 15 ആണെന്ന് അഭിപ്രായമുണ്ട്. വേറെടുത്ത് പറയുന്നത് 16 ആണെന്ന് അഭിപ്രായമുണ്ട്, 18 ആണെന്നും അഭിപ്രായമുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത് ഈ പണ്ഡിതന്മാരെ മുന്നിൽ വിശദീകരിച്ചു േണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ ദുഃഖിതനാണ്. കാരണം അതൊരു വഷളത്തര. ഇതൊരു യൂത്തിൽ ഇപ്പം നമ്മുടെ ഒരു +1 വിദ്യാർത്ഥിക്ക് പോലും അറിയുന്നത് കാര്യമാണ്. ഡാറ്റയും ഇൻഫർമേഷൻ 2 അതൊരു +1 വിദ്യാർത്ഥിക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസും ഡാറ്റ ആൻഡ് സയൻസും പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം
എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്ന് വ്യക്തമായി അവർക്ക് മനസ്സിലാകും. ഡാറ്റ അല്ല ഇൻഫർമേഷൻ. ചിലപ്പോൾ ഡാറ്റ ഇൻഫർമേഷൻ ആവാം, ചിലപ്പോൾ ഡാറ്റ ഇൻഫർമേഷൻ ആവാതെയും ഇരിക്കാം. രണ്ടും രണ്ടാണ്. എന്തുകൊണ്ട്? ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ അത് അൺപ്രോസസ്ഡ് ആയ കാര്യങ്ങൾ. ഇനി അതിനെ പ്രോസസ് ചെയ്ത് വിശകലനം ചെയ്ത് കാര്യങ്ങളെ വ്യക്തമായി വിലയിരുത്തി അതിനെ ഇൻഫർമേഷനായി പുറത്തു വിടിക്കേണ്ടത് പണ്ഡിതധർമ്മമാണ്. അങ്ങനെ വരുമ്പോൾ ഒരൊറ്റ ഡാറ്റയിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണം വരും. ഡാറ്റ ഒന്ന്, എന്നാൽ ഇൻഫർമേഷൻ ഒന്നാകാം, രണ്ടാകാം, മൂന്നാകാം, നാലാകാം, അതിന് കൂടുതലുണ്ടാകാം. ഡാറ്റ എപ്പോഴും ഒന്നായിരിക്കും. ഡാറ്റ അല്ല ഇൻഫർമേഷൻ, ഹദീസ് അല്ല ഇൻഫർമേഷൻ. ഹദീസാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വഹാബികളാണ്. ഇതുമ്മൽ ഈ കോലത്തിൽ മസിൽ പിടിക്കുന്നവർ വഹാബി രീതിയാണ് ഈ പറയുന്നത്. അത് ബുഖാരിയിലില്ലേ, അത് ബുഖാരിയിൽ 9 പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്താ ഈ പറയുന്നത്? ഇത് നിങ്ങളീ പറയുന്നത് നിങ്ങൾ വഹാബി രീതിയിലേക്ക് അതപ്പതിച്ചു. നിങ്ങൾ വഹാബികളായി പോയി. നിങ്ങൾ നേരത്തെ സ്വഹാബികളും ഇപ്പോൾ വഹാബികളുമാണ്. പുതിയ ആളുകൾ ഇപ്പോൾ സ്വഹാബിയായി. നേരത്തെ സുന്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വഹാബിയായി. നേരത്തെ സ്വഹാബിയായവർ ഇപ്പൊ വഹാബിയായി. നിങ്ങളാണ് നിങ്ങൾക്കാണ് മന്ദം, നിങ്ങളെ കാലിലാണ്, ഇന്റെ കാലിലല്ല. നിങ്ങളാണ് വഹാബികൾ. എന്തുകൊണ്ട്? ഡാറ്റാസ് ആണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വഹാബികളാണ്, സുന്നികളല്ല. സുന്നികൾ എന്ത് ചെയ്യും? ഡാറ്റാസ് കിട്ടിയാൽ അതിനെ പ്രോസസ് ചെയ്യും പണ്ഡിതന്മാർ. അവർ അതിനെ ചർവണം ചെയ്യും. അപ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഉണ്ടാവും. ഒരു ഡാറ്റയിൽ ചിലപ്പോൾ ഒരു വീക്ഷണം ഉണ്ടാവും, ചിലപ്പോൾ 2 വീക്ഷണം ഉണ്ടാവും, ചിലപ്പോൾ 3 ഉണ്ടാവും, ചിലപ്പോൾ 4 ഉണ്ടാവും. ഡാറ്റ ഇങ്ങനെ വൃത്തിയായി കിടക്കും. എന്നാൽ ഇൻഫർമേഷനോ അറിവ് 3, 4, 5, 6, 10 ആവും. 12 എന്നും 15 ആണെന്നും 16 ആണെന്നും 18 ആണെന്നും ഒക്കെ അഭിപ്രായമുണ്ട് എന്ന് ഞാനല്ല പറയുന്നത്. അത് അറിവാണ്, അത് വ്യത്യസ്തമായ അറിവുകളാണ്. എന്നാൽ ഡാറ്റ ഒന്നാണ്. ഇത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഈ ഹദീസ് മാത്രമാണ് വിവരം എങ്കിൽ പിന്നെ ഈ സുന്നി പണ്ഡിതന്മാർക്ക് എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക? ചില ആളുകൾ എഴുതി വിട്ടു, അത് അറബ് ലോകത്ത് ഈ അടുത്ത കാലത്ത് 1-2 കൊല്ലങ്ങൾക്ക് മുമ്പ് അറബ് ലോകത്ത് ചില യുക്തിവാദികളിൽ രൂപപ്പെട്ടു വന്ന ഒരു ചിന്തയാണ്. ഹംസ യൂസുഫ് യുക്തിവാദികളെ വാക്കുദ്ധരിക്കുന്ന ആളാണോ? നമ്മുടെ പണ്ഡിതന്മാരുടെ വീക്ഷണം അനുസരിച്ച് 12, 15, 16, 18 ഒക്കെ ആവും എന്ന വ്യത്യസ്ത വീക്ഷണങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർക്കുണ്ട് എന്ന് പറഞ്ഞത് എന്താ? യുക്തിവാദികളോ? എന്താ നിങ്ങൾ പറയുന്നത്? അതായത് ഈ പറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെ യുക്തിവാദി ഉദ്ധരിക്കും? യുക്തിവാദി ഇസ്ലാമിന്റെ പുറത്തുള്ള ആളല്ലേ? നമ്മുടെ പണ്ഡിതന്മാർക്ക് എത്ര ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറായി. പിന്നെ എനിക്ക് മാത്രം ഒരു അറിവില്ല. ഞാൻ ലോകത്ത് പരന്ന് പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ പഠിക്കുമ്പോൾ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ കിട്ടും, പണ്ഡിതന്മാരുടെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ കിട്ടും. അതേസമയത്ത് ഡാറ്റാസിനെ നിഷേധിക്കുന്നേയില്ല. ഇത് ഏതോ യുക്തിവാദികൾ പറയുക പഴകി പുളിച്ച കാര്യം ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്താ മനുഷ്യന്മാരെ നിങ്ങളീ പറയുന്നത്? പല പണ്ഡിതന്മാർക്കും ഈ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളില്ലേ? ഹദീസ് ഒന്നായി നിലനിൽക്കുമ്പോൾ തന്നെ വ്യത്യസ്ത വീക്ഷണത്തെ നമ്മൾ ക്ഷമിക്കൂലേ? അത് നമ്മൾ ക്ഷമിക്കണ്ടേ? അതുകൊണ്ടല്ലേ ഒരൊറ്റ ഡാറ്റയിൽ വ്യത്യസ്ത ഇൻഫർമേഷൻസ് കൊണ്ടല്ലേ മദ്ഹബുകൾ ഉണ്ടായത്? അത് അംഗീകരിക്കാത്ത ഡാറ്റ മാത്രം അവലംബിക്കുക എന്ന രീതി വഹാബിസ് അല്ലേ? ഡാറ്റ ഒരിക്കലും ഇൻഫർമേഷൻ്റെ അവസാന വാക്കേ അല്ല. ചിലപ്പോൾ ഡാറ്റ ഇൻഫർമേഷൻ ആവും, ചിലപ്പോൾ ഡാറ്റ ഇൻഫർമേഷൻ അല്ലാതെ ഇരിക്കും. പണ്ഡിതന്മാർ വ്യത്യസ്തമായി ആയിഷാബിയുടെ വിവാഹത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഈ ഡാറ്റ ഈ ഡാറ്റ തന്നെയാണ് അവസാനത്തെ കാര്യം എന്ന് പണ്ഡിതന്മാർ തീരുമാനിക്കാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇത് എതിരാവില്ലേ? അപ്പം സ്വാഭാവികമായി വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതെല്ലാം. ഉദാഹരണം പറയാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ ഒരു ഡാറ്റ ഒന്ന്, കുന്തു അമുദ്ദു റിജ്ലി ഫീ ഖിബ്ലത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിസ്കരിക്കും, രാത്രി നിസ്കാരങ്ങളൊക്കെ ആയിരിക്കും ആ പറഞ്ഞത്. ആയിഷ ബീവി പറയാണ്, അൻ അബി സലമത അൻ ആയിഷത, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ടാണ്. أن عائشة رضي الله عنها قالت كنت أمد رجلي في قبلة النبي صلى الله عليه وسلم وهو يصلي. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന നേരത്ത് ഞാൻ കാലും നീട്ടി മുന്നിലിരിക്കും.
ഫൈദാ സജദ സുജൂദിലേക്ക് പോകുമ്പോൾ ഖമസനി നബി എന്നെ ഒന്ന് തൊടും ഫറഫഅതു അപ്പോൾ ഞാൻ കാല് വലിക്കും. ഫൈദാ ഖാമ മദത്തുഹ റസൂലുള്ളാഹി സുജൂദും കഴിഞ്ഞ് എണീക്കുമ്പോൾ ഞാൻ കാല് നീട്ടിയിരിക്കും ചെയ്യും. ഇങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഹദീസാണ്. ഈ ഹദീസിൽ നിന്ന് ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു ലക്ഷ്യം പിടിച്ചിട്ടുള്ളത് ഈ ഹദീസിൽ നിന്ന് ബഹുമാനപ്പെട്ട ലോകം കണ്ട ഇത് വളരെ സ്വഹീഹ് ഹദീസാണ്. ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു ലക്ഷ്യം പിടിച്ചിട്ടുള്ളത് പെണ്ണിനെ തൊട്ടാൽ ഉളു മുറിയില്ല എന്ന് മറ്റു പല കാര്യങ്ങളും അവർക്കതിലുണ്ടായിരിക്കും. അതേ സമയത്ത് ഇതേ ഹദീസ് ലക്ഷ്യം പിടിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇതിലേക്ക് മറ്റു സാഹചര്യങ്ങൾ ചേർക്കും. ചിലപ്പോൾ സാമൂഹിക സാഹചര്യങ്ങൾ, ആ കാലത്ത് സ്ത്രീകളെ വസ്ത്രത്തിന്റെ സാഹചര്യങ്ങൾ അങ്ങനെയുണ്ടാവും. കാര്യം നടന്നു എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഹദീസ് രണ്ടാക്കും സ്വഹീഹാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ തൊട്ടു, അതേ സമയത്ത് പെണ്ണിനെ തൊട്ടാൽ ഉളു മുറിയും. എന്നാൽ നബി വീണ്ടും ഉളു ചെയ്യാൻ നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്റെ അക്കാലത്തെ സാമൂഹിക സാഹചര്യങ്ങൾ ഇതിലേക്ക് ചേർക്കും. അക്കാലത്ത് പെണ്ണുങ്ങൾ കാലിൽ കൂടി വസ്ത്രമുണ്ടാകും. പെണ്ണുങ്ങൾക്ക് കാല് തുറന്നിടൂല, കാലിൽ കൂടി വസ്ത്രം ഉണ്ടാവും. അപ്പോൾ ആ വസ്ത്രത്തിന്റെ മുകളിലായിരിക്കും ഹബീബ നബി തൊട്ടിട്ടുണ്ടാവുക. അത്രയേ ഉള്ളൂ. പിന്നെന്താ കാല് വലിച്ചത്? കാലിതൊരു അദബാണ്. ഹബീബ റസൂലുള്ളാഹിന്റെ മുന്നിൽ അത് അദബാണ്, ഉളുമുറി എന്നുള്ള പ്രശ്നത്തിലല്ല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയും. അതല്ല, തൊട്ടല്ലോ ഉളുമുറിയില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്ത് നുഅ്മാൻ അൽ-കൂഫി തങ്ങൾ പറയും. ഡാറ്റ ഒന്ന്, ഇതിലേക്ക് മറ്റു പലതും അവർ ചേർക്കും. ഒരു ഡാറ്റ രണ്ടാക്കും സ്വഹീഹാണ്, പക്ഷെ ഇൻഫർമേഷൻ രണ്ടാണ്. ഇങ്ങനെ വേറെയും ധാരാളം കുന്തു അഫ്റുഖുൽ മനിയ മിൻ സൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയുസല്ലി ഫീഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തിൽ പലപ്പോഴും ഞാൻ ശുക്ലം കണ്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും? കുന്തു അഫ്റുഖുൽ മനിയ മിൻ സൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ നിന്ന് ഞാൻ ശുക്ലത്തെ ചുരണ്ടിക്കളയും. നിസ്കരിക്കുകയും ചെയ്യും. ആ വസ്ത്രത്തിൽ ഹബീബായ റസൂലുള്ളാഹി നിസ്കരിക്കുകയും ചെയ്യും എന്ന്. ഇതിൽ നിന്ന് ഇതാണ് ഡാറ്റ, പക്ഷേ ഇൻഫർമേഷൻ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാൻ അൽ-കൂഫി വേറെയും സാധ്യതകളും അവർക്ക് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ സാമൂഹിക സാഹചര്യമായിരിക്കും, മറ്റു ഹദീസായിരിക്കും, ചിലപ്പോൾ സാമൂഹിക സാഹചര്യങ്ങളായിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, അക്കാലത്തെ മദീനയിലെ പെണ്ണുങ്ങളുടെ വസ്ത്രത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി. ഇങ്ങനെ പലതും അതിലേക്ക് ചേർക്കാം. കേവലം ഒരു ഡാറ്റ നോക്കി മാത്രം അവസാനം ഖണ്ഡിതമായ അഭിപ്രായം പണ്ഡിതന്മാർ പറയില്ല. അത് വഹാബി രീതിയാണ്, അത് സുന്നി രീതിയല്ല. അപ്പോൾ ഞാൻ അതിനെ ഞാൻ ചുരണ്ടിക്കളയും, റസൂലുള്ളാഹി നിസ്കരിക്കും. ഈ ഹദീസിൽ നിന്ന് രണ്ട് ലക്ഷ്യമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്ത് നുഅ്മാൻ അൽ-കൂഫി റളിയല്ലാഹു അൻഹു വീക്ഷണം അനുസരിച്ച് മനി നജസാണ്. ഇതേ ഹദീസിന്റെ വീക്ഷണത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വീക്ഷണത്തിൽ മനി ത്വാഹിറാണ്. മറ്റു പല ഡാറ്റാസ് ഇതിലേക്ക് അവർ ചേർക്കുന്നുണ്ടായിരിക്കും. അതായത് ഡാറ്റാസ് ഒരിക്കലും ഇൻഫർമേഷന്റെ അവസാനമല്ല. ഡാറ്റാസ് മാത്രമാണ് ഇൻഫർമേഷൻ എങ്കിൽ ഒരിക്കലും വ്യത്യസ്തമായ പണ്ഡിത വീക്ഷണങ്ങൾ ഉണ്ടാവില്ല. ഒരു പ്രാമാണികനായ ആധുനിക ലോകത്ത് നിങ്ങളിൽ പലരും, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇബ്നു തൈമിയ്യയുടെ കാര്യത്തിൽ എതിർപ്പ് പറഞ്ഞപ്പോൾ എല്ലാവരും അല്ലേ എന്നെ വേട്ടയാടിയത്, അത്രയും വലിയ പണ്ഡിതനാണ്. ഈ പണ്ഡിതൻ തന്നെ പറയാണ് എന്ത്, ഈ വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ട്. ഇതേ ഡാറ്റ മാത്രമാണ് അവലംബിക്കുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. പല കാര്യങ്ങളും അതിലേക്ക് ചേർക്കാനുണ്ടാവും, പലതും അവർക്ക് വെട്ടാൻ തിരുത്താനുണ്ടായിരിക്കും. അങ്ങനെ അവർ തീരുമാനിക്കുക. വേറെയും ധാരാളമുണ്ട്. പണ്ഡിതന്മാർക്ക് ഒരു വിഷയം പഠിച്ച് പറയാനുള്ള അവസരം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം. ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12 നമ്മൾ കൊണ്ടാടുന്നത്. മുസ്ലിം ലോകം പൊതുവേയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് പ്രധാനമായി ജന്മദിനാഘോഷം നടത്തുന്ന ദിവസം 12 റബീഉൽ അവ്വൽ 12. എന്നാൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കൊരു ഏകമായ വീക്ഷണമുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി എന്നാ ജനിച്ചത്? പ്രാമാണിക മുഹദ്ദിഥീങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പ്രാമാണികരായ ചില മുഹദ്ദിഥീങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ 8 എന്ന അഭിപ്രായമുണ്ട്. റബീഉൽ അവ്വൽ 1 അഭിപ്രായമുണ്ട് പ്രാമാണികരായ മുഹദ്ദിഥീങ്ങളിൽ ചിലർക്ക്.
ചില താരീഖികൾക്ക്, ചില മുഹദ്ദിസുകൾക്ക്, ലോകം കണ്ട ചില മുഹദ്ദിസുകൾക്ക് അഭിപ്രായമുണ്ട് ഹബീബായ റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ 12-നല്ല 8-നാണ്, 17-നാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. പല വീക്ഷണങ്ങളുണ്ട് ഈ വിഷയത്തിൽ. നമ്മൾ വീക്ഷണങ്ങളാണ് എടുത്തു നോക്കിയാൽ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയും ഈ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്ക് കാണാൻ കഴിയും. ഇത് പറഞ്ഞിട്ട് നമ്മളെ വഹാബികൾ കളിയാക്കും. നിങ്ങളെ പണ്ഡിതന്മാർക്ക് തന്നെ ഈ വിഷയത്തിൽ ഖണ്ഡിതമായ അഭിപ്രായം ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് റബീഉൽ അവ്വൽ 12-ന് ആഘോഷിക്കുന്നത്? അതിലൊരു പ്രശ്നമില്ല. ഞങ്ങൾക്കിടയിൽ, ഞങ്ങൾ സുന്നികളായ പണ്ഡിതന്മാർക്കിടയിൽ റബീഉൽ അവ്വൽ 8 ആഘോഷിക്കുന്നതിന് വിരോധമുണ്ടോ? ഇല്ല. റബീഉൽ അവ്വൽ 1-ന് ആഘോഷിക്കുന്നതിന് വിരോധമുണ്ടോ? ഇല്ല. റബീഉൽ അവ്വൽ 10-ന് ആഘോഷിക്കുന്ന വിരോധമുണ്ടോ? ഇല്ല. റബീഉൽ അവ്വൽ 17-ന് ആഘോഷിക്കുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. എന്നും ആഘോഷിക്കുക റബീഉൽ അവ്വലിലാണ് എന്നാണ് ഞങ്ങൾ പഠിച്ച വീക്ഷണം. അത് എന്നാലും വിരോധമല്ല. സുന്നികളും വഹാബികളും തമ്മിലുള്ള കർത്തം ഡേറ്റിന്റെ കാര്യത്തിലല്ല. ഞാൻ ഡേറ്റാണ് മാറ്റിത്തരാൻ, നിങ്ങൾ ആ ദിവസം ഹബീബായ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കൂ. അപ്പം ഞങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാനാണ് നിങ്ങളത് പറയുന്നത്. ഈ വിഷയത്തിൽ ചില മുഹദ്ദിസുകളെ തള്ളി താരീഖിനെ സ്വീകരിക്കും. പല മുഹദ്ദിസുകൾക്കും റബീഉൽ അവ്വൽ 12 അല്ല. ചില പ്രാമാണിക മുഹദ്ദിസുകളുടെ വീക്ഷണം റബീഉൽ അവ്വൽ 8 ആണെന്നാണ്. എന്നാൽ ഇബ്നു ഹിഷാമിനെ പോലത്തെ താരീഖീനുകളുടെ വീക്ഷണം റബീഉൽ അവ്വൽ 12 ആണെന്നാണ്. അത് പരക്കെ എല്ലാവരും അംഗീകരിക്കും. അത് പരക്കപ്പെടാൻ കാരണങ്ങൾ വേറെയും ഉണ്ടായിരിക്കും. ഇതിനൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇസ്ലാം അത്രയും വിശാലമായ ഒരു മഠാണ്. റബീഉൽ ഹബീബായ റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഘോഷിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കം സുന്നികൾക്കിടയിലില്ല, ഒന്നുമില്ല. ഒരു പള്ളിയിൽ ഒരു ജമാഅത്തെ ഒരു നേരത്തെ നടത്താൻ പാടുള്ളൂ, രണ്ടാമത്തെ ജമാഅത്തെ നടത്താൻ പാടില്ല എന്നത് വഹാബി വിഷനാണ്. സുന്നി വിഷൻ അങ്ങനെയല്ല. ഒരേ മസ്ജിദുൽ ഹറാമിൽ ഒരേ സമയത്ത് ഷാഫിഈ മുസല്ലയിൽ നിസ്കാരം, മറ്റൊരു ഇമാമ് അപ്പുറത്ത് ഹനഫി മുസല്ലയിൽ നിസ്കാരം, അപ്പുറത്ത് വേറൊരു ജിഹത്തിൽ മാലിക്കി മുസല്ലയിൽ നിസ്കാരം, മറ്റൊരു സ്ഥലത്ത് ഭാഗത്ത് വേറൊരു സ്ഥലത്ത് ഹംബലി മുസല്ലയിൽ നിസ്കാരം. ഒരേ മസ്ജിദുൽ ഹറമിൽ ഒരേ സമയത്ത് 4 മുസല്ലയിൽ 4 ഇമാമികൾ, 4 ഇമാമുകൾ നിസ്കാരം. അങ്ങനെയും ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അതെന്താണ്? അത് ഇസ്ലാമിൻ്റെ ആ വൈവിധ്യങ്ങളുടെ അഴകാണ്. അതിനെല്ലാം ക്ഷമിക്കാൻ ഇവർക്കെല്ലാം വുളൂയിലും കുളിയിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് ഇസ്ലാമിൻ്റെ അഴകാണ്. എന്നാൽ എല്ലാവർക്കും നബി ഒന്നാണ്, എല്ലാവർക്കും ഖുർആൻ ഒന്നാണ്, എല്ലാവർക്കും ഹദീത്ത് ഒന്നാണ്. എന്നാൽ അടിസ്ഥാനങ്ങൾ എല്ലാവർക്കും തന്നെയാണ്. എല്ലാവർക്കും അടിസ്ഥാനം ഒന്നാണ്. ളുഹ്ർ 4 കാര്യത്തിൽ, സുബഹി 2 കാര്യത്തിൽ, അതേപോലെ തന്നെ അസ്ർ 4 കാര്യത്തിൽ, മഗ്രിബ് 3 കാര്യത്തിൽ, ഇശ 4 കാര്യത്തിൽ ഒരു തർക്കവും ഈ ഉലമാക്കൾക്കിടയിലില്ല. അസ്ലിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതേ സമയത്ത് പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നേരിയ അതുകൊണ്ട് അത് ശരീഅത്തിന്റെ അടിസ്ഥാന ശരീരത്തെ ഒരിക്കലും ബാധിക്കാത്ത കാര്യങ്ങളുമാണ്. ഉദാഹരണം അഖീദ എന്നാൽ ഇരുമ്പോലൊക്കെ പോലെ നിൽക്കേണ്ട സാധ്യതയല്ലേ? വിശ്വാസപ്രമാണല്ലേ? എന്തുകൊണ്ടാണ് അഖീദയിൽ 2 വീക്ഷണം വന്നത്? അശ്അരിയ്യത്ത് മാതുരിദിയ്യത്ത്. എന്തുകൊണ്ട്? ഡാറ്റ 1, ഖുർആൻ 1, അത് 2 വീക്ഷണമുണ്ട്. എന്തുകൊണ്ട്? എത്ര പഠിച്ചാലും ദൈവശാസ്ത്രം തീരൂല. എന്താണ് അത് പഠിച്ചാൽ തീരാത്ത വിഷയമാണ്. അപ്പോൾ പണ്ഡിതന്മാർ എത്തിച്ചേർന്നതിന്റെ പരമാവധിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൈവശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് അത്രയും പ്രയാസകരമായ കാര്യവുമാണ്. അപ്പോൾ അഖീദ 2 രൂപത്തിലായി. അത് ചില്ലറ അസ്ലിൽ അള്ളാഹു ഏകനാണെന്ന കാര്യത്തിൽ ഇല്ല. മലക്കുകളുടെ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാലും നേരിയ വ്യത്യാസം ചില വിഷയങ്ങളിലുണ്ട്. അത് ഇസ്ലാം ഒരു ഫാഷിസമല്ല. ഒരു ഇരുമ്പോലൊക്കെ തന്നെ ആകണമെന്ന വാശി ഇസ്ലാമിനില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ 2 ഹദീത്ത്, രണ്ടും 100% സ്വഹീഹ്, 100% സ്വഹീഹ്. ഞാൻ 2 ഹദീത്ത് വായിക്കാം. ഇത് ഒരു വൈരുദ്ധ്യവുമില്ല ഇതിനിടയിൽ. 100%. നീ വ്യത്യസ്ത വീക്ഷണം പറഞ്ഞാൽ പണ്ഡിതന്മാർ കേൾപ്പുള്ളവർ. ഞാൻ പണ്ഡിതനല്ല, എൻ്റെ ഗവേഷണമല്ല, ഞാൻ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ ഗവേഷണം ചെയ്യാണ്.
പണ്ഡിതന്മാരുടെ ആറാകൾ, അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും. അതിൻ്റെതായ ചില ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെടും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെടും. അത് കാലഘട്ടത്തിന് അനിവാര്യതയാണ്, ചെയ്തേ മതിയാകൂ. അത് എൻ്റെ ഗവേഷണമല്ല, പണ്ഡിതന്മാരുടെ ആറാകൾ, ഗവേഷണങ്ങളെ ഞാൻ അവലംബിക്കുകയാണ്. അവർ ഒരിക്കലും യുക്തിവാദിയല്ല, അവർ ചേകനൂരല്ല. എന്നെ ചേകനൂർ എന്ന് പറഞ്ഞോ, അതേസമയത്ത് ഹംസ യൂസുഫ് ചേകനൂരാണ് നീ പറയും. അവരൊക്കെ ഖാദിയാനിയും. അതെന്തായി പറയുന്നത്?